എടീ നിർമ്മലേ, വാസുദേവൻ എന്താടി ഭാര്യയുടെ അനിയത്തിയെ കൂടെ കല്യാണം കഴിച്ചോ? ഉള്ളകുട്ടി പരാതിനായിട്ട് വരണ കണ്ടില്ലേ? നീ ഇത് എന്തിന്റെ പുറപ്പാടാ? ഉറപ്പാണോ? നീ ഇവളുടെ അനിയത്തിയെ കൊണ്ട് വിളിച്ചോണ്ട് വന്നത് ഇവിടെ സ്ഥിരമായി പൊറപ്പിക്കാനാണോ? സ്ഥിരമായിട്ട് വേണോ ടെമ്പററി ആയിട്ട് വേണോ തീരുമാനിച്ചിട്ടില്ല. എടാ നാണം കൊട്ടവനെ, ആ തള്ളയത്ത് പൊലവിളി കഴിഞ്ഞിട്ടില്ല. പ്രായമായ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. പിന്നെ ഇവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തണമെന്നാണോ അമ്മ പറയുന്നത്? ഒറ്റയ്ക്ക് നിർത്തണ്ട, ഇവിടെ ഇവൾക്ക് താമസിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ഉള്ള മുറിയിൽ എല്ലാവരും കിടന്നോളൂ. എന്നാ നിന്റെയും ഭാര്യയുടെയും കൂടെ കിടത്തിക്കോ. പാർവതി മടിയിലും ഗംഗ ജടയിലും ആയിക്കോട്ടെ. എന്താ ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്നെ പ്രസവിച്ച അമ്മയായി പോയില്ലേ. നിങ്ങൾ വരൂ. നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ കിടന്നു, ഞാൻ ഹാളിൽ കിടന്നോളാം. അയ്യോ അത് വേണ്ട. അത് സാരമില്ല, നാളെ നമുക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടാക്കാം. ഞാൻ കാരണം വാസുവേട്ടന് ബുദ്ധിമുട്ടായല്ലേ? ഇതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഭാര്യയും ഭർത്താവും കൂടി എന്നും ഒരു മുറിയിൽ തന്നെ കിടന്നുറങ്ങണമെന്ന് നിയമമൊന്നുമില്ല. വീട്ടിലെ സ്ഥല സൗകര്യങ്ങൾ അനുസരിച്ച് എല്ലാ മനുഷ്യരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങൾ കിടന്നോളൂ. ഇനി ഇത് മതി ആ തള്ളയ്ക്ക്. ചേച്ചി എങ്ങനെ അവരുടെ കൂടെ പൊറുക്കുന്നത്? വാസുവേട്ടന്റെ സ്നേഹത്തിന് മുന്നില് എല്ലാം ഞാൻ മറക്കുക. മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണാകട്ട എന്തെങ്കിലും പറയാൻ തുടങ്ങുമ്പോൾ ഒടുക്കത്തെ ഒരു വായന. നമ്മുടെ വാസുവേട്ടനില്ലേ, ചേട്ടത്തി അനിയത്തി ഒരേ മുറിയിലാണ് കിടത്തിയിരിക്കുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, പുരാണത്തിൽ പാഞ്ചാലി ഒരേ സമയം എത്ര ആണുങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്നത്. ടാറ്റാ കമ്പനിയിലെ ഷിഫ്റ്റ് പോലല്ലായിരുന്നോ കയറ്റവും ഇറക്കവും? പുരാണങ്ങളിലെ ദൈവങ്ങളെ പോലാണ് നമ്മൾ മനുഷ്യര്. ഓ, അവർക്ക് എന്തും ആകാമല്ലോ. എടി, എന്നാലേ വാസുദേവൻ പെണ്ണുങ്ങളെ അകത്ത് കിടത്തിയിട്ട് അവ മുറിക്ക് പുറത്താ കിടക്കുന്നത്. ഡീസന്റ് എന്നെ പോലെ. അമ്മയും നീയും കൂടി ഒപ്പിച്ച പണിയല്ലേ ഇത്? അമ്മയുടെ നിധി വെച്ചിരിക്കുന്നു പറഞ്ഞ് ഒരു മുറി വെറുതെ പൂട്ടിയിട്ടിരിക്കില്ലയോ? ആ മുറി തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ആ കിളിന്ത് പെങ്കൊച്ച് അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ? അയ്യടാ, അവൾ അവിടെ കിടക്കാൻ പോയാലേ ജനാലയ്ക്ക് നിന്ന് ശൃംഗരിക്കാലോ. എനിക്ക് ശൃംഗരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല, നിന്റെ ആങ്ങളെ പുറത്ത് കിടന്ന് കൊതുകടി കൊള്ളുന്നല്ലോ എന്ന് ഓർത്തിട്ടാ. തന്നെയുമല്ല, ഉണക്കമീൻ അകത്ത് വെച്ചിട്ട് പൂച്ച പുറത്ത് എത്ര ദിവസം കാവല് കിടക്കും? ഉണക്കമീനും പൂച്ച മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്കുന്നുണ്ടോ? അല്ലെങ്കിലും അത് തന്നെയാണല്ലോ കുറച്ചു കാലമായിട്ട് പതിവ്. ഓ, ഇന്നും പോക്ക.